എന്താ ഒരു ചിന്താമഗ്നായിട്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഡിസ്ചാർജ് എഴുതി തന്നു, അതിന്റെ വിഷമത്തിലിരിക്കുക. എന്തായിരുന്നു അസുഖം? സാറേ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ചാടി നല്ലപോലെ വെള്ളം കുടിച്ച് താണു വരികയായിരുന്നു. എന്റെ ഗ്രഹപ്പഴക്ക് ഏതോ കാലമാടന്മാര് കണ്ട് വന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ ദേ ഡിസ്ചാർജും. നിങ്ങൾ എന്തിനാ ചെറുപ്രായത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? വേറെ എന്ത് ചെയ്യും സാറേ? എടോ, ഞങ്ങളിവിടെ മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി രാപകലില്ലാതെ പാടുപെടുക, താനുള്ള ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ന്യായമാണോ? സാർ എന്താണ് ഈ പറയുന്നത്? സാറിന് വല്ല വിവരമുണ്ടോ? ജീവിക്കാനൊരു ജോലിയില്ല, സഹായിക്കാൻ ഒരാളില്ല. ഞാൻ ദിവസവും സാറിന്റെ വീട്ടിൽ നേരത്തെ കയറി വന്ന സാർ എനിക്ക് ഭക്ഷണം തരുമെന്ന് സാറിനറിയോ? ആത്മഹത്യ ചെയ്ത് മടുത്തു സാർ. ഓഹോ, അപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ല? അല്ല, 4-5 പ്രാവശ്യമായി. ഓരോ പ്രാവശ്യം ചത്തേന്ന് വരുമ്പോഴേക്ക് ഇതുപോലെ വല്ല കാലമാടുമാരും വന്ന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ആശുപത്രിയിലെ കൊണ്ടുവന്നാക്കും. ഇത് സ്വർണ്ണമാണോ? സ്വർണ്ണാണെങ്കിൽ ആത്മഹത്യ ചെയ്യും സാറേ. തനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? എന്താ സാർ ഒരു ജോലി എനിക്കില്ല, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. ഡോക്ടറുടെ ജോലി ചെയ്യാവോ? ഓ അല്ല, ഡോക്ടറെ ജോലി ചെയ്യാനുള്ള പഠിപ്പ് എനിക്കില്ലല്ലോ. എനിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും ജോലി എന്നാ നോക്കാം. ഞാനൊരു പഴയ SSLC. സൂപ്രണ്ടെന്ന് കാണട്ടല്ലേ? കണ്ടു നോക്കട്ടെ സാർ. താനൊരു കാര്യം ചെയ്യേ, നാളെ വന്ന് സൂപ്രണ്ടെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞേക്കാം. അതിനിടയ്ക്ക് ആത്മഹത്യ ചെയ്തേക്കരുത്. അല്ല, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജീവിതം എന്നൊക്കെ പറഞ്ഞ വളരെ വിലയുള്ള സാധനമാണോ? അല്ല, അത് ജോലിയും കാര്യമൊക്കെ ഉള്ളവർക്ക്. ഇതിപ്പോഴും എനിക്ക് മനസ്സിലായി. നാളെ ജോലി ശരിയാവും. അത് ശരി. അപ്പോഴേ എല്ലാരോടും വരട്ടെ. ഇന്നേ നിനക്ക് 2 ശർക്കരയാ. എന്തിനാണെന്നറിയാമോ? ആ മൂത്താ മുതലാളിയോട് അങ്ങനെ തന്നെ പെരുമാറണം. കേശവനെ ആക്ഷേപിക്കുന്നതേ ഗുരുവായൂരപ്പനെ ആക്ഷേപിക്കുന്ന പോലെയാ. എന്താ നന്ദിനിക്കുട്ടി, സുഖല്ലേ? അതെ അമ്മാവ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മാവ എന്ന് വിളിക്കരുതെന്ന്. ഞാൻ അച്യുതാരെ കണ്ടപ്പോ നമ്മുടെ കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. നന്ദിനിക്കുട്ടി സമയം കിട്ടിയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കും. നല്ല കേളവൻ, ചെറുപ്പക്കാരിൽ തമ്മിലൊന്ന് സംസാരിക്കാൻ സമ്മതിക്കും. അറിഞ്ഞോ കേശവന്റെ ചാവക്കാട്ട വിശേഷം? അറിഞ്ഞല്ലോ. ഒരു കണക്കിന് അത് നന്നായി. ഇഷ്ടമില്ലാത്ത പണി എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതെ, നമുക്ക് ആ തടിപിടിത്തവും വേണ്ട, കാശും വേണ്ട. മിടുക്കാൻ, കൊച്ചു മിടുക്കാൻ. മുറുക്കാനില്ലേ കയ്യില്? ഉണ്ടല്ലോ. ഇങ്ങോട്ട് ഇരിക്കുവാ ആശാനെ. പുകല വടക്കം പോലെയാണ്. ആശാന് പിടിക്കാവോ? ഇരിക്കാതിനെ കുട്ടി. ആശാനോട് ഇരിക്കട്ടോ, ഞാനിപ്പോ വന്നേക്കാം. മനമൊരുകുന്നു. Excuse me. Yes, please. Can I meet Sister Alfonsa? മലയാളിയാണല്ലേ? Oh God, എങ്ങനെ മനസ്സിലായി? ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി. എന്താ പേര്? പീറ്റർ ഫെർണാണ്ടസ്. എന്താ പേരിലൊരു വരട്ടില്ലേ? ഓഹോ, അപ്പൊ വരട്ടാൻ വേണ്ടിയിട്ട പേരാണല്ലേ? ആരാണാവോ കാറിനകത്തിരിക്കുന്ന മഹാൻ? അറിയില്ലേ? സുപ്രസിദ്ധ ഗായകൻ എബി പെരേര. കേട്ടിട്ടില്ലേ? ഇല്ല. ദ ഫേമസ് മ്യൂസിഷ്യൻ എബി. കേട്ടിട്ടില്ല? നോ. ദ ഗ്രേറ്റ് പെയിന്റർ പിക്കാസോ മൺവെട്ടി ഒന്നും പോകട്ടി. എബി പെരേര. ദ സിംഗർ, ദ ഗ്രേറ്റ് മ്യൂസിഷ്യൻ, above all the great painter. ഇവർക്ക് എല്ലാവർക്കും കൂടി കയറിയിരിക്കാനുള്ള സ്ഥലം അയാളുടെ തലയ്ക്കകത്തുണ്ടോ? ഉണ്ടോ? പീറ്റർ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഒരു ശില്പി കൂടിയാണ്. ഓഹോ, അപ്പോ അതും കൂടി ഉണ്ടോ? ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെ സഹിക്കും? ഇവിടുത്തെ കോളേജ് ബ്യൂട്ടീസ് ആണല്ലേ? എന്താ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, നഗ്ന നേത്രം കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. വിഷമിക്കണ്ട, സാധനം നമ്മുടെ കയ്യിലുണ്ട്.
ഒറിജിനൽ ബ്യൂട്ടി എത്രമാത്രം ഉണ്ടെന്നറിയാമല്ലോ. അയ്യോ പ്ലീസ് എബി, നീ അത് എടുക്കരുത്, അത് മാത്രം എടുക്കരുത്. ശരിയാവില്ല. അയ്യോ അമേരിക്കന്ന് കൊണ്ടുവന്ന നേക്കഡ് ഗ്ലാസ് ആണ്, എല്ലാം കാണാം. അയ്യോ എന്റെ അമ്മേ, എബി പാവങ്ങൾ സ്റ്റുഡൻസ് ആണ്, അത് എടുക്കരുത്. എടുക്കും, എടുക്കരുത്, എടുക്കും, എടുക്കരുത്. പിന്നെ ഇങ്ങോട്ട് പോസൊക്കെ കണ്ടു. അയ്യോ വേണ്ട 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 എബി, നീ മാറുന്നില്ല. വേണ്ട പറ്റില്ല, നീ മാറുന്നില്ല. അയ്യേ, വേണ്ട. നിന്റെ ബ്യൂട്ടി ആർക്ക് കാണണം? അയ്യേ, എന്റെ വളരെ അമ്മേ, right. അയ്യേ, മാറാ. അയ്യേ, 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 എല്ലാവരും ഓടിക്കോ, ഓടിക്കോ. നീ മാറുന്നില്ലേ? അയ്യേ, ഞാൻ മാറി. മാറി നിൽക്കാൻ. ആ, മാറി. മാറിയാ? ആ മാറി. പിന്നെ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ആ ഞാനത് ഒറിജിനൽ ബ്യൂട്ടി ഒന്നുകൂടെ കാണട്ടെ. ആ കമോൺ. എന്റെ അമ്മായിയമ്മയുടെ മനമാ ഒരുങ്ങണം. 8ാം മാസത്തിൽ പെറ്റെടുത്ത് റോട്ടിലേക്ക് ഇട്ടേക്ക മറ്റുള്ളവന് ശല്യം ഉണ്ടാക്കാനായിട്ട്. വല വലാദികൾ ഇങ്ങനെ ഉണ്ടോ? അച്ഛനാരില്ലേ ഇവിടെ? നന്ദിനിക്കുട്ടി, ഞാൻ എവിടെന്നാ വരണേന്നൊന്ന് പറയാമോ? വല്ലാത്ത ദാഹം, ഒരു വെള്ളം കൊടുത്തോളൂ ആദ്യം. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരിക. നിനക്ക് ഞാനൊരു 1-ാം തരം സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് പറയാ എന്തായിരിക്കും. സാധിക്കില്ല. നല്ല 1-ാം തരം കോഴിക്കോടൻ അലുവ. കോഴിക്കോടൻ അലുവ എന്ന് പറയുമ്പോ നീ വിചാരിക്കും കറുത്തലുവയാന്ന്. അല്ല, നല്ല ചൊകചൊകാന്നിരിക്കുന്ന ചുമന്ന അലുവ. ഐശ്വര്യമായിട്ട് വന്ന് 2 കൈയും നീട്ടി അതങ്ങോട്ട് മേടിച്ചോളാം. ആ പിന്നെ അതിനു മുമ്പ് ഒരു കൊണ്ട് വെള്ളം കൊടുത്തോളൂ. എനിക്ക് വല്ലാത്തൊരു പരദാഹം. ഞാനിപ്പൊ കൊണ്ടുവരാം. ചതിച്ചോ? അത് മുഴുവൻ തിന്നു തീർത്തല്ല അശ്രീകരം. ഞാൻ എന്ത് പാടും പെട്ട് തേക്കാട്ടിന്ന് മേടിച്ചോണ്ടാ പോർന്ന് കൊതിയാ. എടാ കേശവനെ കണ്ട് പഠിക്കണടാ. അവൻ അന്യന്റെ ഒരു മുതൽ കൈകൊണ്ട് തൊടൂല, അറിയാമോ നിനക്ക്? നന്ദിനിക്കുട്ടി, നീ അകത്തില്ലെങ്കിൽ ആ വിവരം ഒന്ന് പറഞ്ഞു തൊലയ്ക്കാമായിരുന്നില്ലേ? നീ വരുന്നവരെ ഞാൻ ഇപ്പോഴത്തെ തന്നെ ഇരിക്കാൻ പോവാ. നീ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് അകത്തേക്ക് വരും, പറഞ്ഞേക്കാം. വരണ്ട സ്വീകരം. ഇയാള് ചത്താലും പ്രേതമായിട്ട് ആനപ്പറമ്പിൽ തന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ അമ്മായിയമ്മയുടെ മനം